ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോസും ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് ഇന്ന് സ്റ്റാർട്ട് ആവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലും മാറ്റം വരുത്തിയെങ്കിലും മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോയാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു 30 ദിവസം കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്. ആ കാര്യത്തിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ജീവിതാവസാനം വരെ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള ഒരുപാട് നാൾ ഇതൊക്കെ മാറ്റി വയ്ക്കാനല്ല പറയുന്നത്. എന്തായാലും ഈ 30 ഡേയ്സ് ഒന്ന് നിങ്ങളിതൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കൂ, നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതും നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ളതും നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെന്ന്. മധുരം, മൈദ, ബേക്കറി ഐറ്റംസ്, എണ്ണ പലഹാരങ്ങൾ, ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ, മീൻ, നമുക്കിതൊക്കെ ഒന്നിന് പകരം മറ്റൊന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം നല്ലതും ചീത്തയൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. നമ്മളുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കുക, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മാറ്റം നമ്മളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണാറുണ്ട്, ഇത്ര ദിവസം കൊണ്ട് ഇത്ര കിലോ കുറച്ചു എന്ന്. നിങ്ങൾ അതൊന്നും മൈൻഡാക്കണ്ട. ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വലിയ ഒരു വ്യത്യാസത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ലുക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഓരോ ചുവടുവയ്പ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഒഴിവാക്കി, പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല രീതിയിൽ ഈ ഒരു 30 ദിവസം നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ. അതോടൊപ്പം കുറച്ച് നല്ല ശീലങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം നല്ല ശീലങ്ങൾ നോക്കാം. നമ്മൾ ഒരു ദിവസം 2.5-3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചെയ്യേണ്ടത് കൃത്യമായ ഉറക്കം, ഒരു 7-8 മണിക്കൂർ നിർബന്ധമായിട്ടും നമ്മൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്താം. പിന്നെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക. ഒരുപാട് വൈകിയുള്ള രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒപ്പം തന്നെ കിടക്കണ ശീലമൊന്നും ആർക്കും വേണ്ട. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7:30-8:30 ആ ഒരു റേഞ്ചിനുള്ളിൽ കഴിക്കുക. ഉച്ചക്കത്തെ ഭക്ഷണം ഒരു 12:30-1:30 ആ ഒരു റേഞ്ചിനുള്ളിൽ കഴിക്കുക. പിന്നെ വൈകുന്നേരം ലാസ്റ്റ് ഭക്ഷണം നമ്മൾ മാക്സിമം ഒരു 7:30 ആ ഒരു ടൈമിനുള്ളിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തിന്ന ഉടനെ നമ്മൾ കിടക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം നടക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് നമ്മൾ കുറച്ചധികം വെള്ളം കുടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശപ്പ് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവും കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അതോടൊപ്പം നമ്മളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും പ്രോട്ടീൻ, ഫൈബർ, കാർബ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാൻ. പൂർണ്ണമായിട്ടും ഒന്നും ഒഴിവാക്കി അല്ലെങ്കിൽ ഓരോ നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടൊന്നും പെട്ടെന്നുള്ളൊരു റിസൾട്ടിന് വേണ്ടി ആരും ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വയറ് ഫില്ലാവുന്ന രീതിയിൽ തന്നെ കഴിക്കാം. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ എടുക്കാൻ പറ്റുന്നതെന്ന്. ഇനി അതൊന്നും പറ്റില്ല എന്നാണെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള എന്താണോ ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ 2 ഇഡ്ഡലി, പുട്ടാണെങ്കിൽ നമ്മൾ നോർമൽ കഴിച്ചിരുന്നതിൻ്റെ പകുതി അളവ് അങ്ങനെ ആക്കി കഴിക്കാം. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഞാൻ നോർമലായിട്ട് രാവിലെ ഉണ്ടാക്കുന്ന അരിയുടെ പുട്ട്, ഇടിയപ്പം അങ്ങനെ ഉള്ളതൊന്നും തന്നെ കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. പകരം മില്ലറ്റ് മിക്സിൻ്റെ പുട്ട്, ചോളത്തിൻ്റെ പുട്ട്, റാഗിയുടെ പുട്ട്, പിന്നെ ഗോതമ്പ് ദോശ, ചപ്പാത്തി, ഗോതമ്പ് പുട്ട്, ഓട്സ് ഉപ്പുമാവ്, ഓട്സ് ചുമ്മാ നോർമൽ വാട്ടറിൽ ഉപ്പിട്ട് കാച്ചിയിട്ട് പയറൊക്കെ കൂട്ടി നമുക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി റാഗിയോ ഓട്സോ സ്മൂത്തി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓട്സ് കൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓപ്ഷൻസ്,
ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കാൻ പറ്റുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു രീതിയിലാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ 30 ദിവസത്തിലെ ആദ്യത്തെ ഒരാഴ്ച ഞാൻ എന്തായാലും ചോറ് തന്നെയാണ് ഉച്ചയ്ക്ക് എടുക്കുന്നത്. സെക്കൻഡ് വീക്ക് ചിലപ്പോൾ ഞാൻ അതിൽ മാറ്റം വരുത്തും. അത് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ 6 ദിവസത്തിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഈ 30 ഡേയ്സും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. ലഞ്ച് ആദ്യത്തെ ഒരു 6 ദിവസം മാത്രമേ ഞാൻ ചോറ് എടുക്കാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചോറ്, അതോടൊപ്പം തന്നെ കുക്കുംബർ, ക്യാരറ്റ്. പിന്നെ നിർബന്ധമായിട്ടും ഡെയിലി ഞാൻ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. ഒരു 2 ടീസ്പൂൺ തൈര് എൻ്റെ ചോറിലുണ്ടാവും. പിന്നെ വീട്ടിൽ എന്താണോ കറി ആ കറികളും കൂടി ഉൾപ്പെടുത്തും. പിന്നെ ഡെയിലി ഒരു 2 3 മുട്ട പുഴുങ്ങിയത് എടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കും. വൈകുന്നേരം ചിലപ്പോൾ സാലഡിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണിൻ്റെ ഒപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു 2 അല്ലെങ്കിൽ 3 കോഴിമുട്ട വരെ എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. വൈകുന്നേരം 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ സാലഡോ അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒരു നല്ല ശ്രമം നടത്തുക. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മളൊന്ന് വർക്കൗട്ടും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വർക്കൗട്ട് ചെയ്യാതെ ഡയറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. പക്ഷെ എപ്പോഴും നമ്മൾ വണ്ണം കുറക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം എന്നതിലുപരി എപ്പോഴും നമ്മളുടെ ഹെൽത്ത് ഓക്കെ ആക്കി വയ്ക്കാം. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കൊളസ്ട്രോള്, ഷുഗർ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും പിന്നെ മുട്ടുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വരും എന്നതാണ് ഇതുവരെ കണ്ടേക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മളുടെ വയസ്സ് കൂടും തോറും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇപ്പോഴേ പരിശ്രമിക്കുക. ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വർക്കൗട്ടും കൂടിയും ചെയ്യാം. ഇപ്പോൾ ഒരുപാട് നല്ല വെയിറ്റ്, ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു 85 കിലോ എന്നാണ്, ഞാനിപ്പോൾ 60 സംതിങ് ഉള്ള ഡിജിറ്റിലേക്ക് എത്തി നിൽക്കുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് നടത്തം, അതായത് വീടിന് പുറത്തോ അല്ലെങ്കിൽ റോട്ടിലോ അങ്ങനെ ഒന്നും നടക്കാതെ വീടിൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് വാക്കിംഗ് മൂവ്മെൻറ്റ് ചെയ്താണ് പിന്നെ ഓരോ വർക്കൗട്ടിലേക്കും കടന്നു വന്നത്. അപ്പോൾ ഒരുപാട് വെയിറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് വെയിറ്റുള്ള ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി വേറെ ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്, വീടിൻ്റെ അകത്ത് തന്നെ നമ്മൾ നിന്നുകൊണ്ട് നടക്കുന്ന പോലെ ആക്ഷനിൽ നമുക്ക് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ബോഡി ഒന്ന് ആക്റ്റീവായിട്ട് നിർത്താം. ഇനി വീടിനകത്ത് സ്റ്റെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി നമ്മൾക്ക് ഒരു ചെറിയ വർക്കൗട്ട് എന്നോണം ചെയ്യാം. അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ഇതിനനുസരിച്ച് നമ്മൾക്കത് തിരഞ്ഞെടുക്കാം. ഇനി ഒത്തിരി വെയിറ്റ് ഒന്നും കുറക്കാനില്ല എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയയിലേക്ക് എത്താനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെയൊക്കെ ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ശരീരപ്രകൃതി വെച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ വർക്കൗട്ടുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു 6 ദിവസം നിങ്ങളൊന്ന് നടക്കാൻ ശ്രമിച്ചാൽ മതി. ഒരു 20 25 മിനിറ്റോ, ഒരുപാട് സമയമൊന്നും നടക്കാൻ പറയുന്നില്ല, ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നമ്മളൊന്ന് നമ്മളുടെ ബോഡി ഒന്ന് അയവ് വരുത്താനും നമുക്കൊന്ന് ഫ്ലെക്സിബിൾ ആവാനും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നടക്കാനെങ്കിലും ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിതിനോട് ഇഷ്ടത്തോടു കൂടി, ആദ്യമൊക്കെ ഭയങ്കര ഞാനിതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ടൊന്നുമില്ല അങ്ങനെയൊന്നും തോന്നി മടുത്ത്, അല്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം നല്ല രീതിയിൽ ചെയ്ത് 4ാമത്തെ ദിവസം ഇട്ടെറിഞ്ഞ് പോവാനും അങ്ങനെ ഒന്നും ആരും വിചാരിക്കേണ്ട.
ഞാനൊരു 6 മാസം കൊണ്ടാണ് ഒരു 21, 22 കിലോ ഒക്കെ കുറച്ചത്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത്രയും വെയിറ്റ് കുറക്കാൻ പറ്റുമെന്ന്. എൻ്റെ ഒരു അന്നേരത്തെ ഒരു വാശിപ്പുറത്ത് പെട്ടെന്നൊരു ദിവസമാണ് ഞാൻ തീരുമാനിക്കണേ നാളെ മുതൽ ഞാൻ ഡയറ്റാണെന്ന്. അങ്ങനെ എടുത്ത തീരുമാനം എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നോ അല്ലെങ്കിൽ യൂട്യൂബിലൊരു വെയിറ്റ് ലോസ് സംബന്ധമായ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നൊന്നും ഒരു ഉദ്ദേശവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ലുക്കിലുള്ളൊരു വീഡിയോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് 1-2 ആ ടൈമിലുള്ള ഫോട്ടോസ്. പിന്നെ അത്രയും വണ്ണം വെച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒറ്റയ്ക്കുള്ള ഫോട്ടോസൊക്കെ ഫുൾ സൈസിൽ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം ഇപ്പോൾ വണ്ണമുള്ളത് വലിയൊരു കുറ്റമാണെന്നോ അല്ലെങ്കിൽ വണ്ണമുള്ളവർക്ക് ഭംഗിയില്ലാന്നോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളുടെ വണ്ണം വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ ആണത് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണേ, ഇതെന്തൊരു പ്രശ്നമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു തോന്നലുകളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ ആ ഒരു മൈൻഡ് തന്നെ ആയിരിക്കും ഒരുപാട് വണ്ണമുള്ളവർക്ക് ആഗ്രഹം ഉണ്ടാവും എന്തായാലും വണ്ണം കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് നമ്മൾ എന്താ പറയുക, എല്ലാം അങ്ങോട്ട് ഉപേക്ഷിക്കാനോ ഒന്നുമല്ല പറയുന്നത്. കുറച്ച് നാൾ നമ്മളൊന്ന് പരിശ്രമിച്ച് കുറച്ച് എഫേർട്ട് നമ്മളായിട്ട് തന്നെ നമ്മൾക്ക് വേണ്ടി ഇട്ട് നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി. എല്ലാവരും പറയും ഒന്നിനും സമയമില്ല എന്ന്. അതൊക്കെ നമ്മളുടെ തോന്നലുകൾ മാത്രമാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾക്കും സമയമുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയാലാണ് ഇങ്ങനെ ഒരു റിസൾട്ടിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ പെട്ടെന്ന് നമ്മൾ വണ്ണം കുറയണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. നമ്മൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഞാൻ ഓൾറെഡി പറഞ്ഞു. 85 കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോ ദിവസവും ഡിജിറ്റ്സ് ഇങ്ങനെ കുറഞ്ഞു വരുമായിരുന്നു. ഒരു ഘട്ടത്തിൽ അതൊന്ന് സ്റ്റക്കാവും. അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോകും. അപ്പോഴൊന്നും നമ്മൾ തളരാതെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എന്നൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയാലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളും പരിശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ഈ 30 ഡേയ്സിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ്. ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഇനി ഒരു 30 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ വെയിറ്റ് നിങ്ങൾക്കും കാണണ്ടേ. നിങ്ങളെന്തായാലും എന്നോടൊപ്പം ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നോട് ഷെയർ ചെയ്യാം. എന്തായാലും വെയിറ്റ് കാണാം. ഇത് എൻ്റെ വെയിറ്റ് നോക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം 68.5 കിലോ ആയിരുന്നു. ഇപ്പോൾ 68.25 ഇനി എന്തായാലും ഒരു 30 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വെയിറ്റ് ഞാൻ എന്തായാലും നിങ്ങളെയും അറിയിക്കുന്നതായിരിക്കും. നിങ്ങളും അപ്പോൾ ഇതുപോലെ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.